ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വർക്കെന്ന് പറഞ്ഞാൽ ഈ ഏരിയ മൊത്തം കിളയ്ക്കാനാണ്. ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ ഏരിയയാണ്. ഇത് മൊത്തം കിളച്ചിട്ട് ഇവിടെ കന്നാര തരാനുള്ള. രാവിലെ ഇപ്പം ഇവിടെ കുറച്ച് ഭാഗം ഞാൻ കിളച്ചെടുത്തിട്ട് രാവിലെ വന്ന് അത് ഇതുപോലെ കാട് പിടിച്ച് കിടന്ന വണ്ടി ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ടേ. മുതലാളുടെ സ്വന്തം സൈറ്റാണ്. ഇതുപോലെ കാട് കയറി കിടക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് ഭയങ്കര കാടായിപ്പോയി, റബ്ബറൊക്കെ വെട്ടിപ്പോയതാണ്. ഞാനിപ്പോൾ ചായ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇനി ഏതായാലും ഗ്രീസ് അടിച്ചിട്ട് പണി തുടങ്ങാം. രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നേ. ഗ്രീസ് അടിക്കട്ടെ. ചായ കുടിച്ചിട്ട് ഇപ്പം വന്നേ ഉള്ളൂ. ഞാൻ ഗ്രീസൊക്കെ അടിച്ചിട്ട് പണി തുടങ്ങുവാണേ. ഇപ്പം ചെയ്യാൻ പോകുന്ന ഇപ്പം അത്യാവശ്യം ഈ കാട്, വലിയ കാടുകളെല്ലാം ആദ്യം പറിച്ച് മാറ്റുവാണ്. കാടെല്ലാം പറിച്ച് മാറ്റിയിട്ട് വേണം എനിക്ക് കിളയ്ക്കാൻ. അത്യാവശ്യം നല്ല കാട് കയറിയിട്ടുണ്ട് ഈ മഴ ആയതുകൊണ്ടേ. ഇത് റബ്ബർ വെട്ടി മാറ്റിയിട്ട് ഇപ്പം കുറച്ച് നാളായതാണ്. ഒരു മാസം 1.5 മാസം ആയതേ ഉള്ളൂ. എന്നിട്ട് ഇത്രയും കാട് കയറി. കാട് കംപ്ലീറ്റ് മാറ്റിയിട്ട് കിളയ്ക്കണം. ഇത് കന്നാനാണല്ലോ, അങ്ങനെ ഒരു തൊള്ളി കാട് പോലും കാണരുത്. ചെറിയൊരു മഴക്കാറൊക്കെ കാണുന്നുണ്ടേ. മഴ പെയ്യുമെന്ന് അറിയത്തില്ല. ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ ചാറിയായിരുന്നു. ഞാൻ ഓർത്ത് പണി മുടങ്ങുന്നു. വേറെ ഒന്നും പണി വരുന്നില്ല ഇപ്പം പുറത്തൊന്നും. ഇപ്പം സ്വന്തം മുതലാളുടെ തന്നെ വർക്കായതുകൊണ്ട് പണിയില്ലാതിരിക്കുന്ന സമയത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കേട്ടോ. ഈ കാട് പറിച്ചിലുള്ള പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ കിളച്ച താഴത്തില്ല കേട്ടോ. അതുപോലെ കാടാ. കാട് പറിച്ചെടുക്കുകയാണെങ്കിൽ കിളച്ചാൽ താഴുകയും ചെയ്യും, അതുപോലെ വൃത്തിയാവുകയും ചെയ്തു. ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെയൊക്കെ ഭയങ്കര കാടായിപ്പോ കേട്ടോ. ഇത് വലിയ കുറ്റിച്ചെടിയൊക്കെ വളർന്നു നിൽക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നതിന് മറന്നു പോകാതിരിക്കണം കേട്ടോ, വേറെ ഒന്നുകൊണ്ടല്ല. കാട് പറിച്ച് ഇങ്ങനെ കിളയ്ക്കണമെങ്കിൽ താമസം കേട്ടോ. സാധാരണ കിളയ്ക്കുന്നതിലും സമയം എടുക്കും. കാത്തുണ്ടോ, കാടുണ്ടോ, വള്ളിച്ചെടി പോലെ നിൽക്കുക. ഭയങ്കര കാണാം. അത് കംപ്ലീറ്റ് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ പണിയാവും. വണ്ടിയിലേക്കൊക്കെ വരുന്നത് ചെറിയ ഇലയാണ്ട് തട്ടിയാൽ കുഴപ്പമില്ല. വലിയ കമ്പൊക്കെ വന്ന് തട്ടിയാൽ ചിലപ്പോൾ ഗ്ലാസ്, അങ്ങനെയൊന്നും ഗ്ലാസ് പൊട്ടത്തില്ല. നമുക്കൊരു ഉറപ്പ് വേണ്ടേ. ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണേ. അതുപോലെ നിങ്ങൾക്ക് ഒരു മടുപ്പ് പോകുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വർക്ക് മാത്രം ഇടുന്നോണ്ടേ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് മൊത്തം വലിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, ഈ സൈഡിലെ കംപ്ലീറ്റ് കാടും പറിച്ചു കേട്ടോ. ബക്കറ്റ് എത്തുന്നത്ര കാട് മൊത്തം പറിച്ചു കളഞ്ഞ്. ഇനി ഇവിടുന്ന് കിളച്ചിറങ്ങിപ്പോകും പുറകെ. ഓരോ ഭാഗം ഇങ്ങനെ കാട് മാറ്റിയിട്ട് കിളച്ചാണ് പോകുന്നത്. മൊത്തത്തിൽ കാട് പറിക്കാൻ നിൽക്കുന്നില്ല, അതൊക്കെ സമയം പോക്കാം. കാട് പറിക്കുന്ന ആ ഭാഗം അന്നേരം കിളച്ച് പോരുക. കിളച്ച് തട്ടി ലെവലാക്കി പോരുക കേട്ടോ. മണ്ണ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ ബക്കറ്റ് താഴ്ന്നുണ്ട് കേട്ടോ. കിളയ്ക്കാൻ എളുപ്പമാണ്. ആ കാട് മൊത്തം പറഞ്ഞ് ഇത്ര ഭാഗം കളത്തി വെക്കും, എല്ലാം നീറ്റായിട്ട്. പിന്നെ എത്ര ഭാഗത്ത് കാടുണ്ടായിരുന്നു, ആ കാട് കംപ്ലീറ്റ് പോകും. കംപ്ലീറ്റ് തീർത്തേ. ഇനി തീർക്കാനുള്ള ആ ഭാഗത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെ മൂല അതിന് വശത്തേക്ക് അവിടെ പോയി കാട് പറിച്ച് കിളച്ചിറങ്ങി വരാം. ഓക്കെ, കാണുന്ന ഇത്ര ഭാഗത്ത് കംപ്ലീറ്റ് കാടും പറിച്ച് കിളച്ച് ലെവലാക്കി പോകുന്നുണ്ടോ. നല്ല അടിപൊളിയാക്കി, നല്ല മിറ്റം പോലെ ആക്കിയിട്ടുണ്ട്. ഈ കാട് പറിച്ച് കുറച്ച് പാട് കളയ്ക്കാനല്ല, അതുപോലെ കിളച്ചങ്ങോട്ട് ചോറിനാവേ. കാട് പറിക്കുന്നതൊന്നും ഒത്തിരി കാണിക്കാതിരുന്നെന്ന് ചോദിച്ചാൽ അതൊരു നിങ്ങൾക്കൊരു അരോചകമായി പോരും. എപ്പോഴും അത് തന്നെ കാണിക്കും. അതുകൊണ്ട് കേട്ടോ കാണിക്കാതിരുന്നേ. ഈ ബാക്കി താഴോട്ടുള്ള ഭാഗമൊക്കെ എന്നെ എന്ന് ചോദിച്ചാൽ ഈ കാട് പറിച്ച് കുഴിച്ചിടും കേട്ടോ. അല്ലെങ്കിൽ ഇത് കൂട്ടിയിട്ടാൽ ഇത് കത്തിക്കാൻ പാടാം. ഇത് കത്തത്തില്ലേ, ഈ മഴയെ പിടിച്ച് ഈ അങ്ങനെ കത്തിക്കാൻ. ഞാനിപ്പോൾ ഇത്ര വർഷമായി ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു മടുപ്പ് ഫീൽ ചെയ്ത്. അന്നേരം ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്. അതെല്ലാവരും നിങ്ങളെല്ലാവരും ശരിയായി കിട്ടി സ്വീകരിച്ചതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അതെപ്പോഴും എനിക്ക് പറയാൻ തോന്നുന്നു. പല വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അത് ഈ വീഡിയോ എടുക്കാനും പണിയുടെ കൂട്ടത്തിൽ ഇതിനൊക്കെ ചെയ്യുമ്പോൾ ഒരു ആശ്വാസം. ഇതുപോലെ ഒരു മടുപ്പാകത്തില്ലല്ലോ, അതോട് ഉദ്ദേശിച്ച കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്.
പണിയെടുക്കാൻ ഇത്രയും പാടില്ല കേട്ടോ. വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ടൈം എടുക്കും. 4 GB നെറ്റൊക്കെ ചില വീഡിയോസിന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം 15 മിനിറ്റ് താഴെ 15 മിനിറ്റ് വീഡിയോസാണ് ഇടുന്നത്. അതിനും 5 GB ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി കൂട്ടിയിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് അത്ര നെറ്റ് ആവുന്നുണ്ട്. ഏകാലം ഇത്രയും പണി കഴിയും. ഇനി ചോറിടാം. ചോറിൻ്റെ വെച്ച് ബാക്കി പണിയാം. ഈ ചോറിൻ്റെ വെച്ച് വീസൊക്കെ അടിച്ച് ബാക്കി പരിപാടിയൊക്കെ ചെയ്യും. ഇങ്ങോട്ട് താഴോട്ട് കിടക്കും. ഇങ്ങനെ ഇന്നീ കാണുന്ന ഏരിയ ഉച്ച വരെ ഇപ്പം തീർത്തു കേട്ടോ. കാടും പറിച്ച് ലെവൽ ചെയ്തു കേട്ടോ. ഇനി താഴേക്ക് കുറച്ച് വർക്ക് കൂടെ ഉണ്ട്. ഇതുപോലുള്ള കാടുകളെല്ലാം പറിച്ച് ഇനി ഇവിടെ എല്ലാം ലെവൽ ചെയ്യണം. വണ്ടി ഇങ്ങനെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. വീട്ടിൽ ഇനി ചോറിൻ്റെ വെച്ച് ഇനി കയറിപ്പോ. ഓക്കെ, ഇനി ചോറിനാം. ഇനി ചോറ് കഴിക്കാൻ പോകണം. ചോറ് പാഴ്സലാണ് മേടിച്ചിട്ട് വന്നത്. മീൻ വറുത്തമുണ്ട്, സാമ്പാറുണ്ട്, തോരനുണ്ട്, ചെറിയൊരു ചമ്മന്തി ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തോ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്നാൽ ഇനി ചോറ് വെച്ച് കാണാം. ഓക്കെ, അടിക്കാതെ ചോറ്. ഇത് ഒരഞ്ഞു പെട്ടായിരിക്കും. ഞങ്ങളിവിടെ എല്ലാം ഓസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് പച്ച ഓസ് മേടിച്ച് കംപ്ലീറ്റ് എല്ലാ ഓസ് താഴത്തെ ഉള്ള ഒരയുന്ന ഓസുകളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി പണി തുടങ്ങാം. നല്ല ചൂടാട്ടോ ഇന്ന്. വലിയ വെയിലില്ലായിരുന്നു, പക്ഷെ ചൂട് കൂടുതലാട്ടോ ഇന്ന്. ഇങ്ങനെ മൂടി നിൽക്കുക. മഴ പെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. പെയ്യാൻ ചാൻസ് ഇല്ല. അങ്ങനെ അത്ര ഏറിയ കിളച്ച് തീർത്തേ. അവിടുത്തെ കംപ്ലീറ്റ് അപ്പം പറിച്ച് കുഴി കുത്തി മൂടി ലെവൽ ചെയ്ത് പോകുന്നു കേട്ടോ. ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്തായിരുന്നു. ഞാൻ അവിടുത്തെ പണി കുളമാകുന്നു, പക്ഷേ മഴ പോയിട്ടോ. മഴ ചെറുതായിട്ട് വന്ന് പെയ്ത് പോയി. അല്ലെങ്കിൽ പിന്നെ മഴയായിരുന്നു ഇപ്പം ഈ പരിപാടി നടക്കത്തില്ല. നിർത്തി പോകേണ്ടി വന്നേനെ. എന്തായാലും മുടക്കം വന്നില്ല. ഇപ്പം ചെയ്യുമ്പോൾ തന്നെ ചെവിടൊരു കുഴി കുത്തുക ചെറുത്. ഇങ്ങനെ ഒരു സ്ഥലമാക്കിയിട്ട് അവിടെ ഒരു കുഴിയാണ് കുത്തി. ഇത് പറമ്പായിട്ട് എത്ര വലിയ കുഴി വേണമെങ്കിലും കുത്താലോ. വലിയ ആഴത്തിൽ കുത്തണ്ട, ഇത് വലിപ്പത്തിലൊക്കെ ആക്കിയാൽ മതി. ഇവിടെ ഒരു കുഴി കുത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കുഴിയാ. എത്ര വലിപ്പമൊന്നുമില്ല, എങ്കിലും ആ കുഴിയിലേക്ക് പിന്നെ ഇതെല്ലാം ഇവിടെ വലിച്ചിടുക. ഈ കുഴിയിലൊതുങ്ങാനുള്ള സാധനം ഉള്ളൂ. അതിന് വലിപ്പത്തിലുള്ള കുഴിയാണ് കുത്തിയത്. ഇതുപോലെ ഇഷ്ട ഉറപ്പിച്ചിട്ട് മണ്ണിടുകയാണ് ചെയ്യുന്നത്. അവിടെ കാണുന്ന ആ ഏരിയ മൊത്തം ഇങ്ങനെയാണോ ചെയ്തത്. ഇങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പം ലെവലാക്കി അയക്കുന്നത്. ഇപ്പം മിക്ക കൃഷിക്കാരും ഇങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം ഈ ഭാഗം കംപ്ലീറ്റ് തീർന്നേ. ആ കുഴിയെടുത്ത ഭാഗം ഇപ്പം എവിടെയാണെന്ന് അറിയത്തില്ല. നീറ്റായി ഭാഗം. ഡപ്പെല്ലാം എവിടെയാന്ന് പോലും ഇപ്പം അറിയത്തില്ല. കംപ്ലീറ്റ് നീറ്റാക്കി. ഈ കാണുന്ന തേക്കൊന്നും കളയുന്നില്ല കേട്ടോ. അതൊക്കെ ഇവിടെ നിർത്തുവോ. ഇനി തിരിഞ്ഞിട്ട് ആ സൈഡ് വഴി എന്താ ചെയ്യുന്നത്. അവിടെ കംപ്ലീറ്റ് കാടാ കേട്ടോ. അവിടെ ആ കാട് ഇതുപോലെ തന്നെ കുഴിച്ചിടണം. ഇനി അങ്ങോട്ട് പോകാം, വണ്ടി തിരിക്കണം. ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത് ഈ പുല്ല് സൈഡിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ട് വണ്ടി അങ്ങേറ്റം കയറി പോട്ടോ. ആ അതിൻ്റെ അവിടെ വരെ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കുഴിച്ചുപൊടി വരാം കിളച്ച്. ഇവിടെ കൂടുതലും മറ്റേ മരം വെട്ടിയതിൻ്റെ കമ്പുകളാണ്. അത് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുക. അതാ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റുക. ഈ ആഞ്ഞിലിയുടെ കമ്പാന്ന് ഇത്. ഈ സാധനം കുരാന്നങ്ങ് കിടക്കുക. ഈ അതിര് വരെയുള്ള കംപ്ലീറ്റ് പുല്ലും പഠിച്ചു കേട്ടോ. ഇനി ഈ സൈഡ് ഈ മൂല ഒന്ന് കിളയ്ക്കാം. കിളച്ചിട്ട് കുറച്ചുകൂടെ പുറകോട്ട് ഇറങ്ങിയിട്ട് ഒരു കുത്തി വീഴും. ആ മൂല കംപ്ലീറ്റ് തീർന്നു കേട്ടോ കുഴികുത്തി. ഇനി അതുപോലെ തന്നെ ഇങ്ങോട്ട് അത് ചെയ്തു വരാം. അങ്ങനെ ആ ഏരിയ കംപ്ലീറ്റ് തീർന്നു കേട്ടോ. ആ അതെല്ലാം കംപ്ലീറ്റ് തീർന്നു. ഇന്നത്തെ വർക്ക് നിർത്തും. ഇന്നതെല്ലാം തീരുവല്ല. വണ്ടി ഒരു സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ. ഇനി താഴോട്ട് കൊണ്ടുവരണം വണ്ടി. രാവിലെ എടുത്തുകൊണ്ട് വരാം. അതുപോലെ ഈ ഭാഗം തീർന്നു.
ഈ ഭാഗം കംപ്ലീറ്റ് കാടെല്ലാം പറിച്ച് ലെവൽ ചെയ്തിട്ടുണ്ടേ. ഇനി നമ്മൾ നാളെ കാണാം. ഓക്കെ. അടിപൊളി സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുക. എന്നെ ചെയ്യാനാന്ന് പറയാം. രാവിലെ വന്ന് മഴ തുടങ്ങിയതാണ് കാര്യം പറഞ്ഞത്. രാവിലെ മഴയായിരുന്നു. അത് കഴിഞ്ഞ് മഴയൊക്കെ മാറി ഒന്ന് തെളിഞ്ഞു വന്നത്. ഇത് പിന്നെ വീണ്ടും മഴയായി കേട്ടോ. ഇന്നത്തെ പണി ഗോവിന്ദയായിട്ടുണ്ട്. മഴ പിന്നെയും തുടങ്ങി. ശരി, ചെയ്യാൻ കംപ്ലീറ്റ് മഴ. ഇന്നിനി പണി നടക്കുമല്ല, കിളിയായി പോകും. എന്തായാലും നോക്കാം. വന്ന് പണി തുടങ്ങിയത് ആ കോർണർ മാത്രം മഴയേ ഉള്ളൂ കേട്ടോ. കുറച്ച് ചെയ്തപ്പോഴത്തേക്ക് മഴ പെയ്തു. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം വർക്ക് കഴിഞ്ഞ് 2, 3, 4 ദിവസത്തേക്ക് ഗ്യാപ്പുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിലാണ് വീഡിയോ ഇടുന്നത്. എല്ലാം പണിയിലായിരിക്കുമ്പോഴായിരിക്കും വീഡിയോ വരുന്നത്. എന്നും പണിയുണ്ടെന്ന് വിചാരിക്കരുത്. കംപ്ലീറ്റ് ചെളിയാകും. ഇനി 2 വെയിൽ കണ്ടിട്ട് ഇനി ബാക്കി കളിക്കാം. അതേ നടക്കത്തുള്ളൂ. നിർത്തുക. 2-3 ദിവസം കഴിഞ്ഞാണ് ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. വേറൊരു വർക്ക് ഉണ്ടായിരുന്നു, അത് തീർക്കാൻ പോയതായിരുന്നു. ഇവിടെ തുടങ്ങിയപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയി. ചോണ്ടാൻ പോയിട്ട് വരുവാ. മഴ പെയ്ത് കറക്റ്റ് ചോണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെളിയായല്ലോ. ഇനി ഗ്രീസ് അടിച്ചിട്ട് പണി തുടങ്ങാം. ഇത്ര ഭാഗം പണി തീർത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം തീർത്ത് ഇങ്ങോട്ട് വന്ന് താഴേക്ക് ഇറങ്ങാം. ആ ഭാഗം എല്ലാം തീർത്ത് താഴെ തുടങ്ങി വന്നേ. ഇനി ചെയ്യാൻ പോകുന്ന ഈ ഏരിയ ഇതിനി ചെയ്തിട്ട് വേണം താഴെ ഇറങ്ങാൻ. ഇത് ചെയ്തിട്ട് നേരെ താഴെ ഉണ്ട് കേട്ടോ. ഇത് ഏതായാലും 5-6 ദിവസം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര ഭാഗം ചെയ്തു തീർന്നു. ഇത് ഏകദേശം 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇത് എത്ര മണിക്കൂർ പണിതു, എത്ര ദിവസം പണിതു എന്നൊക്കെ ലാസ്റ്റ് പറയാം വീഡിയോയുടെ. ഇത് ലോങ് വീഡിയോ ആയിപ്പോയി, അതുകൊണ്ട് ഇത് 2 പാർട്ട് കാണുവേ. അങ്ങനെ ഈ ഏരിയ കംപ്ലീറ്റ് തീർന്നു കേട്ടോ. അവിടെ മൊത്തം കംപ്ലീറ്റ് ലെവലാക്കി കാടെല്ലാം പറിച്ചു താഴേക്കുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ ഭാഗം കേട്ടോ. ഈ ഭാഗം ഇതുപോലെ തന്നെ ലെവൽ ചെയ്യാനുള്ളതാണ്. ബാക്കി തുടങ്ങാം. ഏകാലും നിർത്താറായി. ഇനി കുറച്ച് സമയം പെടുന്നത് ഇന്നത്തെ വർക്ക് നിർത്തുവാട്ടോ. ഇത്തിരി കിടന്ന സ്ഥലമാണ്. ഇതാണ് മൊത്തം കംപ്ലീറ്റ് വൃത്തിയാക്കി ഈ രീതിയിലാക്കിയേക്കുന്നത്. അടിപൊളിയല്ലേ? മുകളിൽ പോലെ ആക്കിയിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.